മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഒരവസ്ഥയും സ്ഥിരമല്ല. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നിങ്ങളെ തേടി എത്താതിരിക്കില്ല. ഒരു വിളക്കിൽ നിന്ന് 1000 ദീപങ്ങൾ കൊളുത്തിയാലും വിളക്കിൻ്റെ പ്രകാശം ഒട്ടും തന്നെ കുറയുന്നില്ല. അതുപോലെ തന്നെയാണ് സ്നേഹവും അറിവും. എത്ര തന്നെ പങ്കുവച്ചാലും തീരുന്നില്ല. ഭക്തരെ, കാരണം പറയാതെ ഇറങ്ങിപ്പോകുന്നവർക്ക് കാര്യം അറിയാതെ വിഷമിക്കുന്നവരുടെ വേദന അറിയില്ല. അവരുടെ നോവിൻ്റെ കാഠിന്യം ഒരിക്കലും തിരിച്ചറിയാനും പോകുന്നില്ല. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ തകർക്കാൻ ആർക്കും കഴിയില്ല. മറക്കാനുള്ളത് മറക്കുക തന്നെ വേണം. പറയാനുള്ളത് പറയുകയും വേണം. ഭക്തരെ, വിഷമങ്ങൾ നേരിടുമ്പോൾ ക്ഷമയാണ് ധീരത. നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ നയിക്കുക. നിർത്താതെയുള്ള പരിശ്രമവും തോൽക്കാൻ ഇഷ്ടമില്ലാത്ത കഠിനാധ്വാനമുള്ള ഒരു മനസ്സും നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല. ഭക്തരെ, സ്നേഹത്തിന് മനസ്സിലാക്കുക എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അവരുടെ സാഹചര്യം, അവസ്ഥ, സന്തോഷം, സങ്കടം എല്ലാം മനസ്സിലാക്കി അവരോട് അനുയോജ്യമായ രീതിയിൽ പെരുമാറുമ്പോഴാണ് ആ സ്നേഹം യഥാർത്ഥ സ്നേഹമാകുന്നത്. അപ്പോഴാണ് സ്നേഹത്തിന് മാറ്റു കൂടുന്നത്. ഭക്തരെ, ഒരു കാര്യം എപ്പോഴും ഓർക്കുക. ദേഷ്യം നിങ്ങളെക്കൊണ്ട് പല തെറ്റുകളും അനീതികളും ചെയ്യിപ്പിക്കും. അതിനാൽ വിവേകത്തോടെ ജീവിക്കുക. ഭക്തരെ, ആരും ഒരുപാട് നിഷ്കളങ്കരും പാവവും ആകരുത്. അങ്ങനെയായാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. തെറ്റും ശരിയും തുറന്നു പറയേണ്ടിടത്ത് പറഞ്ഞു തന്നെ ശീലിക്കുക. ഒന്നിനു മുന്നിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ മഹത്തരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നത്. ഭക്തരെ, ഇല്ല എന്ന് പറയാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി എപ്പോഴും ദുർബലമായിരിക്കും. 1000 തിരികൾ ഒരുമിച്ച് തെളിഞ്ഞാലും ആഗ്രഹിച്ച ഒരു തിരി തെളിഞ്ഞില്ലെങ്കിൽ അതൊരു ഇരുട്ട് തന്നെയാണ്, മനസ്സിലും ജീവിതത്തിലും. ഭക്തരെ, നല്ല ചിന്തയാൽ ഉണരുക. ഹൃദയത്തിൽ ആരോടും വെറുപ്പ് തോന്നാതെ പെരുമാറുക. ഒരു ചെറു പുഞ്ചിരിയോടെ സങ്കടങ്ങളെ നേരിടുക. തോറ്റുപോവില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോവുക. ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പിച്ചതുപോലും നിങ്ങളെ തേടിയെത്തേക്കാം. തളരാതെ പരിശ്രമം തുടരുക. അധ്വാനത്തിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തേടി വരും. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.